ഹലോ, വെൽക്കം ടു മൈ ചാനൽ കൂടുതൽ ടു കോക്കനട്ട്. ഈ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ കൂടെ അലിപുരയിൽ നിന്നും തിരുമല വരെ ഒരു സീനിങ് ഡ്രൈവ് ചെയ്യാൻ പോവാം. ഈ ഗ്രീനറിയും ഹിൽസും കണ്ടതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ടെല്ലിംഗ് ആയാലോ. ഇതിൽ നമ്മൾ തിരുമലയുടെ ഹിസ്റ്ററി, മിത്തോളജി, പിന്നെ കുറച്ച് അൺനോൺ ഫാക്ട്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. തിരുപ്പതി, നമ്മുടെ ഫേമസ് ശ്രീ വെങ്കടേശ്വരൻ്റെ വീട്. നമ്മുടെ ഹിന്ദു മിത്തോളജിയിൽ ഈ ഒരു തിരുപ്പതിയുടെ ഐതിഹ്യം ഉണ്ടല്ലോ, ഭയങ്കര ഡീപ്ലി റൂട്ടഡ് ആണ്. ശരിക്കും ആന്ധ്രാപ്രദേശിലെ തിരുമല ഹിൽസിലാണ് തിരുപ്പതി ഉള്ളത്. തിരുപ്പതി ഒരു പ്ലേസ് നെയിമാണ്. ഇത് എന്താ പറയുക, ലോർഡ് വെങ്കടേശ്വര നമ്മുടെ ലോർഡ് വിഷ്ണുവിൻ്റെ ഒരു ഇൻകാർണേഷനാണ്. ഈ തിരുപ്പതിൻ്റെ ലെജൻഡ് എന്താണെന്നറിയാമോ? നമുക്കതൊന്ന് നോക്കിയാലോ. ഇതറിയണമെങ്കിൽ ആദ്യം അറിയേണ്ടത് സേജ് ഭൃഗു ആളുടെ ഒരു ശാപമാണ്. നമ്മുടെ മിത്തോളജീൻ്റെ അക്കോർഡിങ് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു ദിവസം ഉണ്ടല്ലോ, സേജ് ഭൃഗു നമ്മുടെ ട്രിനിറ്റി ഗോഡ്സ് ഇല്ലേ, ബ്രഹ്മ, വിഷ്ണു, ശിവ, അവരെല്ലാവരെയും കാണാൻ പോയി. എന്തിനാ കാണാൻ പോയെന്ന് ചോദിച്ചാൽ, ഈ 3 പേരിലും ഗ്രേറ്റസ്റ്റ് ആരാ എന്ന് അറിയാൻ വേണ്ടി. പക്ഷേ വിഷ്ണുവിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും വിഷ്ണു റെസ്റ്റിംഗ് സമയത്തിലായിരുന്നു, എന്നിട്ട് എണീച്ചില്ല. അതുകൊണ്ട് ആ സേജിന് ഭയങ്കര ഇൻസൾട്ടഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ട് ആ സേജ് ദേഷ്യം കാരണം എന്ത് ചെയ്തെന്നറിയോ, വിഷ്ണുവിൻ്റെ നെഞ്ചത്ത് ചവിട്ടി, ഭയങ്കരമായിട്ട് കിക്ക് ചെയ്തു. നെഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷ്മി ദേവിയില്ലേ, നമ്മുടെ ദേവി ലക്ഷ്മി വസിക്കുന്ന സ്ഥലമാണ് വിഷ്ണു ഭഗവാന്റെ നെഞ്ച്. ആ നെഞ്ചത്ത് ചവിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്മി ദേവിക്ക് ദേഷ്യം വരില്ലേ? ലക്ഷ്മി ദേവി ഭയങ്കരമായിട്ട് ഹ്യൂമിലേറ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. എന്നിട്ട് ആ ഒരു ദേഷ്യത്തിൽ വൈകുണ്ഠം വിട്ട് പോയി. എന്നിട്ട് എവിടെയാണ് പോയേ? നമ്മുടെ ഭൂമിയിൽ, എന്നുവെച്ചാൽ എർത്തിൽ. എന്നിട്ട് നമ്മുടെ ലക്ഷ്മി ദേവിനെ അന്വേഷിച്ചിട്ട് ലോർഡ് വിഷ്ണു അവതാരം എടുത്ത് വന്നതാണ് എർത്തിലോട്ട്. ആരുടെ രൂപത്തിൽ? വെങ്കടേശ്വരയുടെ ഫോമിൽ. അതാണ് ശ്രീ വെങ്കടേശ്വര എന്ന് അറിയപ്പെടുന്ന നമ്മുടെ തിരുപ്പതി ഭഗവാൻ. നമ്മുടെ തിരുമലയിലാണ് വിഷ്ണു ഭഗവാൻ വന്ന് ആളുടെ വീട് എന്ന് താമസിക്കാൻ തുടങ്ങിയത്. താമസിച്ചത് എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഉറുമ്പിൻ്റെ കൂടുണ്ടാവില്ലേ, എന്താ ഹാൻഡ് ഹിൽ എന്ന് പറയും ഇംഗ്ലീഷിൽ, അതൊരു പുളിമരത്തിൻ്റെ താഴെ, ശരിക്കും പറഞ്ഞാൽ വെങ്കടാദ്രി മലയുടെ താഴെയുള്ള ഒരു പുളിമരത്തിൻ്റെ താഴെയുള്ള ഒരു ആൻഡ് ഹില്ലായിരുന്നു തിരുമല താമസിച്ചു തുടങ്ങിയത്. പിന്നെ എന്നിട്ട് നമ്മുടെ ഭൂമിയിൽ വെച്ച് ലോർഡ് വെങ്കടേശ്വര എന്ന് വെച്ചാൽ വിഷ്ണുവും പത്മാവതിനെ കണ്ടെത്തി. പത്മാവതി ആരാ? നമ്മുടെ ലക്ഷ്മി ദേവിയുടെ ഇൻകാർണേഷൻ, ഭൂമിയിലുള്ള ഇൻകാർണേഷൻ. അപ്പോൾ അവർ രണ്ടുപേരും കണ്ടുമുട്ടി. എന്നിട്ട് അവർ കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിക്കാൻ വേണ്ടി, ആ കല്യാണം നടത്താൻ വേണ്ടി എന്ന് ശരിക്കും പറയാം, നമ്മുടെ കുബേരയില്ലേ, കുബേരയുടെ അടുത്തുനിന്ന് ലോർഡ് വെങ്കടേശ്വര കുറച്ച് കാശ് കടം മേടിച്ചു. ആ കടമാണ് നമ്മൾ എല്ലാ ഡിവോട്ടീസും, നമ്മൾ ഈ പൂജിക്കുന്നവർ, വിശ്വസിക്കുന്നവർ, നമ്മൾ തിരുപ്പതി പോകുമ്പോൾ കാണിക്കായിട്ട് ഇടുന്നതും, പിന്നെ എൻ്റെയൊക്കെ വീട്ടിലും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലൊക്കെ ഇങ്ങനെ വിശ്വസിച്ച് തിരുപ്പതിക്ക് പോവുകയാണെങ്കിൽ അവിടെ ഇടാൻ വേണ്ടിയായിട്ട് നമ്മൾ കുറച്ച് കാശ് ശേഖരിച്ച് വെക്കും. അപ്പോൾ അതിന് വേണ്ടിയായിട്ട് വെക്കുന്ന കാശ് നമ്മുടെ ലോൺ കൊടുക്കാൻ വേണ്ടിയായിട്ടുള്ള, ആ ലോൺ അടയ്ക്കാനായിട്ടുള്ള കാശാണ് നമ്മൾ കൊടുക്കുന്നത് എന്നാണ് വിശ്വാസം. അങ്ങനെ അവരുടെ മാരേജ് ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് മേടിച്ച ലോണാണ് നമ്മൾ ഡിവോട്ടീസ് നമ്മുടെ ഓഫറിങ്സ് ആയിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വിശ്വാസം നമ്മൾ ആ ലോണ് റീപേ ചെയ്യുവാണെന്ന്. അതാണ് ഡിവൈൻ കടം എന്ന് പറയുന്നത്. പിന്നെ
പത്മാവതിനെ കല്യാണം കഴിച്ചതിന് ശേഷം ലോർഡ് വെങ്കടേശ്വരന് തോന്നുവാണ് എന്നാൽ നമുക്കിനി എർത്തിൽ തന്നെ വസിക്കാമെന്ന്. നമ്മുടെ ബാക്കിയുള്ള ഡിവോട്ടീസിന് ബ്ലസ് ചെയ്തിട്ട് അവരെ ഗൈഡ് ചെയ്തിട്ട് എർത്തിൽ തന്നെ വസിക്കാമെന്ന്. അങ്ങനെ നമ്മുടെ ലോർഡ് വെങ്കടേശ്വര സ്വയം ഒരു കല്ല് എന്നുവെച്ചാൽ ഒരു സ്റ്റോൺ ഐഡലായിട്ട് മാറുവാണ്. ആ സ്റ്റോൺ ഐഡലാണ് നമ്മൾ തിരുമലയിൽ നമ്മൾ വർഷിപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഫാക്റ്റ്. അതിനെയാണ് സെൽഫ് മാനിഫെസ്റ്റഡ് ഐഡൽ എന്ന് പറയുക. എന്നുവെച്ചാൽ സ്വയം ഒരു രൂപമായിട്ട് മാറുന്നതാണ് സെൽഫ് മാനിഫെസ്റ്റഡ് എന്ന് പറയുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു വെങ്കടേശ്വര സ്വയം ഒരു സ്റ്റോൺ ഐഡലായിട്ട് മാറിയായിരുന്നു. അതിനെയാണ് നമ്മൾ പൂജിക്കുന്നതെന്ന്. സ്വയംഭുവായിട്ട് മാറിയ ലോർഡ് വെങ്കടേശ്വരയുടെ ആ വിഗ്രഹമുണ്ടല്ലോ, സ്വയംഭു ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ടെമ്പറേച്ചർ, ആ വിഗ്രഹത്തിൻ്റെ ടെമ്പറേച്ചർ 110 ഫാരനൈറ്റ് അല്ലെങ്കിൽ 43 ഡിഗ്രി സെൽഷ്യസിനെക്കാട്ടി കൂടുതലാണ് എന്നാണ് വിശ്വാസം. 110 ഫാരനൈറ്റ് അല്ലെങ്കിൽ കൂടുതൽ. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഇരിക്കാതെ ആ കല്ല് അല്ലെങ്കിൽ ആ വിഗ്രഹം വെച്ചേക്കുന്ന മുറി ഫുൾ എയർ കണ്ടീഷണർ ആണ് വെക്കണേ. എന്നിട്ട് പോലും ആ വിഗ്രഹം അത്രയ്ക്കും ചൂടാണ് അല്ലെങ്കിൽ അത്രയ്ക്കും ഹീറ്റഡ് അപ്പ് ആണ് എന്നാണ് പറയുക. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു കല്ല് പേഴ്സ്പയർ ചെയ്യില്ലേ, എന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ഉഷ്ണം കൂടുതലാവുമ്പോൾ പേഴ്സ്പയർ ചെയ്തിട്ട് പുറത്ത് വരുന്ന വെള്ളത്തിനാണ് നമ്മൾ വിയർപ്പ്, സ്വെറ്റ് എന്ന് പറയാം. ഇതേപോലെ തന്നെ ഒരു ഹ്യൂമൻ ബോഡി എന്ത് നേച്ചറാണോ കാണിക്കുന്നത്, അതേപോലെ തന്നെ ഈ പറയുന്ന ദൈവത്തിൻ്റെ സ്വയംഭൂ ആയിട്ടുള്ള വിഗ്രഹത്തിന് സ്വെറ്റ് രൂപത്തിലുള്ള വെള്ളം വരും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഈ അഭിഷേകമൊക്കെ കഴിയുമ്പോഴും ഇതിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ പൂജാരികളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ സോഫ്റ്റ് ടെൻഡർ ക്ലോത്ത്സ് ഒക്കെ ആയിട്ട് സിൽക്കിൻ്റെ ക്ലോത്ത്സും അങ്ങനത്തെ ഉള്ള ക്ലോത്ത്സ് വെച്ചിട്ട് ഇങ്ങനെ ഒപ്പി ആ സ്വെറ്റ് മാറ്റും എന്നാണ് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചെയ്യും എന്നൊക്കെയാണ് വിശ്വാസം കേട്ടോ. തിരുപ്പതി ടെമ്പിളിൽ പോകുമ്പോൾ അവിടെ സൈഡിലും അല്ലാണ്ട് പല സ്ഥലത്തും കാണാറില്ലേ മൊട്ട അടിച്ച ചേട്ടന്മാരും കുട്ടികളൊക്കെ, പിന്നെ കുറച്ച് പ്രായമായൊരു ലേഡീസൊക്കെ മൊട്ട അടിച്ചിട്ടുണ്ടാവും. പ്രായമായെന്ന് മാത്രമല്ല, ഒരു 30+ എനിക്ക് തോന്നുന്നുണ്ട് അടിക്കാറുണ്ടെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടായില്ലേ. അപ്പം നമ്മൾ ചിലരുടെ വീട്ടിൽ നിന്ന് കുട്ടികളുടെ ഫസ്റ്റ് മുണ്ടനം, മുടിയെടുക്കുന്നത് മുണ്ടനം എന്നാണ് പറയുക. മുണ്ടനത്തിൻ്റെ നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾക്ക് ആദ്യത്തെ തലമുടി എടുക്കുന്ന ചടങ്ങിന് മുണ്ടനം പറയില്ലേ, അതുപോലത്തെ ആ ഒരു വിശ്വാസം വെച്ചിട്ട് തിരുപ്പതിയിൽ പോയി മൊട്ടയടിക്കണം എന്നൊക്കെ നമ്മൾ നേർച്ചയൊക്കെ ഉണ്ടാവൂലേ. അപ്പോൾ അതിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ഇത് ആക്ച്വലി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റിച്വൽ സിംബലൈസ് ചെയ്യുന്നത് നമ്മുടെ ആത്മസമർപ്പണവും പിന്നെ നമ്മുടെ അഹങ്കാരവും കഷ്ടങ്ങളും പിന്നെ ദേഷ്യങ്ങളും രൗദ്രവും ഒക്കെ ദൈവത്തിന് മുമ്പിൽ വെച്ച് നമ്മൾ ത്യാഗം ചെയ്യുന്നതാണ് ഡിവോഷനലി കണക്കാക്കപ്പെടുന്നത്. ഓക്കെ, ഇത് പലയിടത്തും ഒരു ട്രഡീഷനാണ്. പലയിടത്തും ജസ്റ്റ് ചെയ്യാലോ എന്നുള്ള ഇതിൽ ചെയ്തിട്ട് പോകുന്നതാണ്. എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് നമ്മളും ചെയ്യുന്നു എന്നുള്ള ഇതിൽ പോകുന്നതാണ്. പക്ഷേ ഇതിലൊരു ആൻഷ്യൻ മിത്തോളജിയിൽ ഇതിന് റൂട്ടുണ്ട്. അപ്പോൾ അതിനൊരു കഥയുണ്ട്. അപ്പോൾ കഥ വെച്ച് തുടങ്ങാനാണെങ്കിൽ ആദ്യം പറഞ്ഞിരുന്നല്ലോ, നമ്മുടെ ലോർഡ് വിഷ്ണുവും സേജ് ഭൃഗുവായിട്ടുള്ള ഒരു വഴക്ക്. ആ വഴക്കിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മുടെ സേജ് ഭൃഗു നമ്മുടെ ലോർഡ് വിഷ്ണുവിനെ അടിച്ചപ്പോൾ വിഷ്ണുവിൻ്റെ തലയിൽ നിന്ന് കുറച്ച് മുടി താഴെ വീണു. ഇത് കണ്ടുവന്ന നമ്മുടെ ദേവലോകത്തെ
ഒരു ദാസിയാണ് നീലദേവി. നീലദേവി വിഷ്ണുവിൻ്റെ ഭയങ്കര ആരാധികയായിരുന്നു, ഡിവോട്ടിയായിരുന്നു. അപ്പോൾ ആൾക്ക് വിഷമം തോന്നിയിട്ട് ആ ഭാഗത്തുള്ള മുടി കവർ ചെയ്യാൻ വേണ്ടി സ്വന്തം മുടീൻ്റെ കുറച്ച് ഭാഗങ്ങൾ എടുത്ത് കൊടുത്തു. അത് കണ്ട് വിഷ്ണുവിന് ഭയങ്കര സന്തോഷം തോന്നി. വിഷ്ണു പിന്നെ പറയുക ചെയ്തേ, ഇനി എന്നെ കാണാൻ വരുന്ന എന്നുവെച്ചാൽ ലോർഡ് വെങ്കടേശ്വരനെ ആയിട്ട് വന്ന സമയത്ത് എന്നെ കാണാൻ വരുന്ന ഡിവോട്ടീസ് അവരുടെ ഡിവോഷൻ കാണിക്കാൻ, എൻ്റെ അടുത്തുള്ള ഡിവോഷൻ കാണിക്കാൻ വേണ്ടി അവരുടെ തലമുടി ത്യാഗം ചെയ്യട്ടെ എന്ന്. ഇത് നീലദേവീൻ്റെ സാക്രിഫൈസിനെ ഹോണർ ചെയ്യുന്നതാണ്. പിന്നെ സ്വയംഭൂ ആയിട്ട് ലോർഡ് വെങ്കടേശ്വര മാറി അവിടുത്തെ ഒരു വിഗ്രഹമായി മാറിയപ്പോഴും നീലദേവി കൊടുത്ത ആ തലമുടി ഉണ്ടല്ലോ, അതും പിന്നെ സ്വയമുള്ള തലമുടിയും അത് ആ വിഗ്രഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയണേ. ആ തലമുടീൻ്റെ കുറച്ച് അൺസീൻ ഫാക്ട്സ് എന്താണെന്ന് വെച്ചാൽ, ആ തലമുടി ഭയങ്കര സിൽക്കിയാണ്, സ്മൂത്തിയാണ്, പിന്നെ ഭയങ്കര നീട്ടമുള്ളതാണ്. പ്ലസ് അത് വാട്ടർ പ്രൂഫും കൂടിയാണെന്നൊക്കെയാണ് കേട്ടോ വിശ്വാസം. അതെനിക്കറിയില്ല, എവിടെയോ ഞാൻ വായിച്ചതാണ്. എന്താണെന്ന് വെച്ചാൽ അഭിഷേകമൊക്കെ ചെയ്യുന്ന സമയത്ത് പാലും അതൊക്കെ വെച്ചിട്ട്, പാലും വെള്ളമൊക്കെ വെച്ചിട്ട് നമ്മൾ അഭിഷേകമൊക്കെ ചെയ്യില്ലേ, അങ്ങനെ ചെയ്താൽ പോലും ആ തലമുടി നനയൂല എന്ന് ആണ് പറയുന്നത്. പിന്നെ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ, ആ തലമുടി മാൻമെയ്ഡ് അല്ല, അത് സ്വയംഭൂ ആയിട്ടുള്ള വിഗ്രഹമായതുകൊണ്ട് സ്വയമായിട്ട് ആയ മുടിയാണ്. അപ്പോൾ അതിൻ്റെ കണക്ഷൻ ഡിവൈനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ ഈ കൊടുക്കുന്ന മുടി അത് വെട്ടിക്കളയുമല്ലോ അവിടുത്തെ ബാർബേഴ്സൊക്കെ. അത് നമുക്ക് അവിടെ ആ ടോൺഷർ ഷെഡിൽ കാണാൻ പറ്റും. ഓരോ പോർഷനായിട്ട് അത് ഷേവ് ചെയ്ത് കളയുമ്പോഴത്തേക്കും ആ വീഴുന്ന മുടികൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി അവിടെ നല്ല ഹൈജീനിക് ആയിട്ടാണ് കേട്ടോ വെച്ചേക്കണേ. അപ്പോൾ അത് ക്ലീൻ ചെയ്ത് ആ മുടികൾ മാത്രം ക്ലീൻ ചെയ്യാൻ വേണ്ടി ചേച്ചിമാരൊക്കെ ഉണ്ടാവും. അതൊക്കെ എംപ്ലോയീസിൻ്റെ ഇതായിട്ടോ, അതൊക്കെ ഇവിടുത്തെ എംപ്ലോയീസ് ആണെന്ന് പറയാം. അപ്പോൾ ഈ കളക്ട് ചെയ്യുന്ന മുടികൾ എന്താ ചെയ്യുന്നേ എന്നുള്ള സംശയം എല്ലാവർക്കും വന്നിട്ടില്ലേ? അപ്പോൾ അടുത്ത ഫാക്റ്റാണ്, ഈ മുടികൾ അവർ ടൺ കണക്കിന് ശേഖരിക്കുമ്പോൾ ഒരു അറ്റ്ലീസ്റ്റ് എന്താ കണക്കെന്ന് വെച്ചാൽ ഒരു 20,000 to 30,000 ആൾക്കാർ അവരുടെ മുടി എന്ന് വെച്ചാൽ ഡെയിലി ബേസിസിലും അവിടെ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചാൽ അവിടെ കൊടുക്കുന്നുണ്ട് എന്നാണ് കണക്കൂട്ടില്ല. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ആനുവലി നോക്കുമ്പോൾ ഒരു 500 ടൺ എങ്കിലും ഇവർക്ക് മുടീൻ്റെ ഇത് മാത്രമായിട്ട് കിട്ടുന്നുണ്ട്, മുടികൾ. അപ്പോൾ ഇത്രയും മുടികൾ വെച്ച് എന്താ ചെയ്യുക? ആ മുടികൾ അവർ ലേലത്തിന് വെക്കും. കൂടുതലും ഫോറിൻ കൺട്രീസിലാണ് ലേലത്തിൽ ഇത് പോവുക. അവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ആ മുടികൾ വെച്ചിട്ടാണ് അവർ സോർട്ട് ഔട്ട് ചെയ്തിട്ട് കാറ്റഗറിയും ടൈപ്പും ലെങ്ത്തും അതൊക്കെ വെച്ചിട്ട് സോർട്ട് ഔട്ട് ചെയ്തിട്ട് വിഗുകളും എക്സ്റ്റൻഷൻസൊക്കെ ഉണ്ടാവൂലേ, നമ്മൾ അല്ലാണ്ടൊക്കെ കിട്ടൂലേ, അതൊക്കെ ആക്കി വരുന്നത്. പിന്നെ വേസ്റ്റായി പോകുന്ന എന്ന് വെച്ചാൽ ഈ കാറ്റഗറൈസ് ചെയ്ത് അല്ലാണ്ട് വേസ്റ്റായി വരുന്ന മുടികളൊക്കെ ഉണ്ടല്ലോ, അത് പിന്നെ പോകുന്നത് ഈ കുറച്ച് ലെഫ്റ്റ് ഓവേഴ്സൊക്കെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യും. ഈ അമിനോ ആസിഡ് പ്രൊഡക്ഷൻ ഫാക്ടറീസിലൊക്കെ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി അത് പോവും. പിന്നെ അതിന്ന് ആ ലേലത്തിന് വെച്ച് വിറ്റ് കഴിഞ്ഞ് കിട്ടുന്ന ആ കാശും ഇവരുടെ ടെമ്പിൾ എന്ന് വെച്ചാൽ ബാലാജി ടെമ്പിളിൻ്റെ റിനോവേഷനും അതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവർ യൂസ് ചെയ്യും. എല്ലാം പറയുമ്പോൾ നമുക്ക് മെയിനായിട്ട് പറയുന്നത് ദൈവത്തിൻ്റെ എന്ന് വെച്ചാൽ ബാലാജി ഭഗവാന്റെ ഫേസ് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മേടിക്കുന്ന ഫോട്ടോ ഫ്രെയിംസിലൊക്കെ കാണുവാണെങ്കിൽ, നീ കണ്ണിൻ്റെ മേളിൽ വരുന്ന ഒരു വൈറ്റ് കളർ പാച്ച് കണ്ടിട്ടില്ലേ? ഇനി അതിനെ പറ്റിയായിട്ടോ പറയുന്നത്. ആ പാച്ച് ശരിക്കും പറഞ്ഞാൽ നാമം എന്നാണ് പറയണത്, തിലക്കെന്നും പറയും. ഓക്കെ, അത് ഒരു
പേസ്റ്റാണ് നമ്മുടെ സാൻഡൽവുഡ്, ചന്ദനവും പിന്നെ ക്യാംഫർ, കർപ്പൂരവും. ഈ രണ്ടെണ്ണത്തിൻ്റെ മിശ്രിതമായിട്ട് ഒരു പേസ്റ്റ് പോലെ ആക്കി നല്ല കട്ടിക്ക് ആ കണ്ണിൻ്റെ മേളിൽ കണ്ണ് കുറച്ചെങ്കിലും കുറച്ച് ബാക്കി വെച്ചിട്ട് ബാക്കിയൊക്കെ മൂടി വെക്കുന്ന പോലെ ഒരു കവറായിട്ട് ആക്കുന്നതാണ് പറയുന്നത്. അതാണ് അങ്ങനെ ചെയ്തു വെക്കണേ. ഓക്കെ. അപ്പോൾ പറയുന്നത് ഇതൊരു വൈറ്റ് തിക്ക് നാമമാണ്. ഇതെന്തിനാ അങ്ങനെ വെച്ചേക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദൈവത്തിൻ്റെ കണ്ണുകളുണ്ടല്ലോ ഭയങ്കര വലിയതും പിന്നെ ഭയങ്കര മെസ്മറൈസിങ് ആയിട്ടുള്ളതാണ്. ദൈവത്തിൻ്റെ ആ ഒരു കണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു എനർജി അത് ഭയങ്കര ഇൻറ്റൻസാണ്. ആ ഒരു ഇൻറ്റൻസ് ചിലപ്പോൾ ഡിവോട്ടീസിന് നമ്മൾ വേറെ ലോകത്ത് കൊണ്ടുപോകുമെന്ന് പറയില്ലേ, ആ ഒരു ഫീൽ കൊടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കഷ്ടവും കൊടുക്കും. അത് ആവാണ്ടിരിക്കാനാണ് അതൊരു മറയായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ പറയുന്നത് അത് ഒരു ഒരു സിംബലൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ ദൈവത്തിനെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കണ്ണിലോട്ട് നോക്കിയിട്ട് ആളുടെ ആ എനർജിൻ്റെ മാത്രം ഇത് ചെയ്തതല്ലാണ്ട് നമുക്ക് എന്താ ആവശ്യം, നമ്മുടെ കഷ്ടങ്ങളൊക്കെ പറഞ്ഞ് ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് ബ്ലെസ്സിങ്സ് മേടിക്കാനുള്ള ഒരു ഫോക്കസാണ് നമുക്ക് വേണ്ടത് ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ. അല്ലാണ്ട് ദൈവത്തിൻ്റെ അടുത്ത് കണ്ടിട്ട് ആ ഒരു എനർജിയിൽ മുഴുകി പോകുന്നല്ല എന്നാണ് പറയുന്നത്. പിന്നെ തിരുപ്പതിയിൽ ഒരു ചടങ്ങുണ്ട് കേട്ടോ, നിജരൂപ ദർശനം എന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണോ ദൈവത്തിൻ്റെ ശരിക്കുള്ള രൂപം, ആ രൂപം ഡിവോട്ടീസിന് കാണാൻ പറ്റുന്ന ഒരു ചടങ്ങ്. ആ ചടങ്ങ് കഴിഞ്ഞിട്ട് ആ റിച്വൽ കഴിഞ്ഞിട്ട് നമ്മൾ ഡിവോട്ടീസിന് ദൈവത്തിൻ്റെ ആ ഫുള്ള് കണ്ണുണ്ടല്ലോ, ആ നാമമൊന്നും ഇല്ലാണ്ട് ഇരിക്കുന്ന ആ കണ്ണ് കാണാൻ പറ്റും. അത് ശരിക്കും ഭയങ്കര ഒരു ഹൈലി ഓസ്പീഷ്യസ് മൂമെൻ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജ്യോതി, അഖണ്ഡ ജ്യോതി എന്ന് പറഞ്ഞ ഒരു എറ്റേർണൽ ഫ്ലെയിം ആണ്. എറ്റേർണൽ ഫ്ലെയിം എന്ന് വെച്ചാൽ ഒരു വിളക്ക്, ഒരു ഫ്ലെയിം. അത് നമ്മുടെ ഐഡൽ ഇരിക്കുന്ന ആ സ്ഥലത്തുണ്ടല്ലോ, അതിനൊരു സാങ്ക്ടം എന്നാണ് അറിയപ്പെടുന്നത്. അവിടെ ഒരു എറ്റേർണൽ ഫ്ലെയിം ഉണ്ട് എന്നാണ് ഐതിഹ്യം. അതിൻ്റെ പേര് അഖണ്ഡ ജ്യോതി എന്നാണ്. അത് സെഞ്ച്വറീസ് മുമ്പേ തൊട്ട് കത്തുന്നതാണ്. ഇതുവരെ അത് കെട്ടിട്ടില്ല. അത് സിംബലൈസ് ചെയ്യുന്നത് ഒരു ഡിവൈൻ എനർജി, ആ ഐഡലിന് ചുറ്റുമുള്ള ഒരു ഡിവൈൻ എനർജിനെയാണ് അത് സിംബലൈസ് ചെയ്യുന്നത്. എൻ്റെ ആദ്യത്തെ വിസിറ്റ് ഉണ്ടല്ലോ തിരുപ്പതിയിൽ, അന്ന് ഞങ്ങൾ പോയി വെയിറ്റിംഗ് റൂമിൽ പോയി ഇരുന്ന് കഴിഞ്ഞിട്ട് ഒരുപാട് ദൂരമുണ്ട് നടക്കാനായിട്ട്. പക്ഷേ ആ വെയിറ്റിംഗ് റൂമിൽ ഇരുന്ന് അവിടെ ഭയങ്കര ഒച്ചയും ബഹളവും ആൾക്കാരുടെ ചിക്ക എന്നൊക്കെ ആയിരുന്നെങ്കിൽ പോലും എനിക്ക് അവിടെ ഒരു ചെറിയ രീതിയിലൊരു ബ്രീസ്, ഒരു തണുപ്പ്, ഒരു ശാന്തത അങ്ങനെയൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആ ഒരു പ്രാവശ്യം മാത്രമാണ് എനിക്കത് ഫീലായത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് അങ്ങനെ ആ ഒരു ഫീൽ കിട്ടണമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിലും കിട്ടിയിട്ടില്ല എന്ന് പറയാം കേട്ടോ, സീരിയസ് ആയിട്ടും. പക്ഷെ ആദ്യത്തെ വിസിറ്റിൽ ആ കിട്ടിയ ഒരു മനസ്സിലൊരു സുഖമുണ്ടല്ലോ, അതെനിക്ക് ശരിക്കും ഞാനിപ്പോൾ ആൻഡമാൻ ആയതുകൊണ്ട് എനിക്കൊരു മൈൻഡ് ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ ഞാൻ കടലിൻ്റെ സൈഡിൽ പോയിരിക്കും. ആ കടലിൻ്റെ ശബ്ദവും അവിടുത്തെ കാറ്റൊക്കെ അടിക്കുമ്പോൾ മൈൻഡ് ഭയങ്കരമായിട്ട് റിലാക്സ് ആവുന്ന പോലെ ഒരു ഫീൽ ഉണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ആ ഒരു ഫീലിൻ്റെ പോലെ തന്നെയുള്ള സിമിലർ ഫീലാട്ടോ എനിക്ക് അന്നും കിട്ടിയിരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് അടുത്ത ഒരു വിശ്വാസമാണ്, ഒരു ഫാക്റ്റിനെ പറ്റിയാണ്. ഇവിടെ അതുപോലെ നമ്മുടെ വിഷ്ണു വസിക്കുന്നത് വൈകുണ്ഠത്തിലല്ലേ. വൈകുണ്ഠം എവിടെയാ? നമ്മുടെ ഓഷ്യൻ്റെ താഴെയല്ലേ. അപ്പോൾ ആ ഒരു റെസംബ്ലൻസിനാണ് ശരിക്കും നമ്മുടെ ഐഡൽ ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ആ അകത്തുള്ള ആ മുറി എന്ന് പറയാമോ എന്ന് എനിക്കറിയില്ല, ആ ഭാഗത്ത് ഉണ്ട് എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഒരു ഓഷ്യൻ്റെ ശബ്ദങ്ങൾ, ആ ഒരു ഫീലാണ്. അതിൻ്റെ സൗണ്ടൊക്കെ നമ്മുടെ തിരമാലകളുടെ ശബ്ദങ്ങളില്ലേ, അതുപോലെയൊക്കെ ഫീലാവും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിൽ ഫേമസ് ആയിട്ടുള്ള അടുത്ത കാര്യം എന്താണെന്നോ, നമ്മുടെ ലഡ്ഡു, തിരുപ്പതി ലഡ്ഡു. ചെറിയ ആകൃതിയിലും വലിയ ആകൃതിയിലൊക്കെ നമുക്ക് കിട്ടൂലേ പ്രസാദമായിട്ട്. അത്
ഇവിടുത്തെ ലഡുവിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അപാര ടേസ്റ്റാണ്. അത് നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ നോക്കിയാൽ അതിൻ്റെ റെസിപ്പീസൊക്കെ നമുക്ക് കിട്ടണമെന്നില്ല കേട്ടോ. കാരണം ഈ ലഡുവിൻ്റെ റെസിപ്പി ഒരു സീക്രട്ടാണ്. അതവിടെ ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. ആ ലഡുവിന് GI ടാഗ് ഉള്ളതാണ് അതിൻ്റെ ഒത്തൻറ്റിസിറ്റിക്ക് വേണ്ടി. ഇത് പറയാൻ പോകുന്നത് ഒരു അൺചേഞ്ചിങ് ഫുഡ് ഓഫറിങ്സിനെ പറ്റിയാണ്. എന്നുവെച്ചാൽ അവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്ന ഫുഡുകളില്ലേ, ദൈവത്തിൻ്റെ അടുത്ത് അർപ്പിച്ചിട്ട് പിന്നെ ബാക്കി വെളിയിലോട്ട് പോകുന്നതൊക്കെ, അതിനെ പറ്റി അവിടുത്തെ പ്രീസ്റ്റ് പറയുന്ന ഒരു കാര്യം ഞാൻ എവിടെയോ വായിച്ചത്, ഞാൻ എടുത്തു വെച്ച് ഞാൻ ജസ്റ്റ് ഇപ്പോൾ വായിക്കുക കേട്ടോ. ആ ഫുൾ പാരഗ്രാഫ് തന്നെ വായിക്കാം ഇംഗ്ലീഷിൽ. എന്താ പറയുന്നത് വെച്ചാൽ, എവറി ഡേ ദ ഫുഡ് ഓഫേർഡ് ടു ലോർഡ് വെങ്കടേശ്വര, be it rice, sweets or fruits, remains fresh no matter the time of the day. The mystery lies in how the offerings, despite being prepared hours in advance, never spoils or lose their divine aroma. It is believed that the food offered to the Lord is infused with divine blessings, preserving its purity. Priests have shared stories of how the prasada never spoils, even under the hardest condition or harshest conditions, affirming the presence of a divine hand in its preparation. For devotees, consuming this prasad feels like partaking in the divine blessings of the Lord Himself. It fills them with spiritual nourishments, reminding them that as long as they remain devoted, they will never face scarcity in life. പിന്നെ അടുത്തത് അവിടുത്തെ പൂക്കൾ ആണ്. അവിടെ നമ്മൾ പൂക്കൾ വെച്ച് പൂക്കളൊക്കെ കൊടുക്കുന്നതും അവിടെ ദൈവത്തിന് ചാർത്തുന്ന പൂക്കളൊക്കെ ഉണ്ടല്ലോ, അത് ഓരോ ദിവസവും അല്ലെങ്കിൽ ഓരോ നേരവും പൂജ ചെയ്യുമ്പോൾ പൂക്കൾ മാറ്റും അല്ലേ? ഒബ്വിയസ്, എല്ലാ ടെമ്പിളിലും മാറ്റുന്നതാണ്. പക്ഷേ ആർക്കും അറിയില്ല, ആരും ഇതുവരെ കണ്ടിട്ടില്ല പൂക്കളുടെ വണ്ടി അല്ലെങ്കിൽ പൂക്കൾ അങ്ങോട്ട് അകത്ത് പോകുന്നതല്ലാണ്ട് അത് ഒരു വേസ്റ്റായിട്ട് ആ പൂക്കൾ പുറത്ത് ആ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ നിന്ന് തന്നെ പുറത്തത് വരുന്നത് ആരും ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അൺസീൻ ഫാക്റ്റാണ് കേട്ടോ. ഞാൻ എവിടെയോ വായിച്ചേക്കുന്നത് ഇതെന്താന്ന് വെച്ചാൽ, ഇത് ദൈവലോകത്തിലോട്ട് പോവുമായിരിക്കും എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ആർക്കും അറിയില്ല ഈ പൂക്കൾ വെച്ച് എന്താ ചെയ്യുന്നത്, ആ പൂക്കൾ എന്തായിരിക്കും ആവുന്നേ, പിന്നീട് അവർ യൂസ് ചെയ്യുന്നുണ്ടോ, എവിടെയെങ്കിലും കുഴിച്ചു വെക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, റീയൂസ് ചെയ്യുന്നുണ്ടോ, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ, ഒന്നും തന്നെ അറിയില്ല. ആരും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ഇത് ജസ്റ്റ് ഒരു വിശ്വാസമാണ്. ചിലപ്പോൾ അത് ദൈവലോകത്തോട്ട് ഡയറക്റ്റായിട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ, ഇങ്ങനെ ഒരു കാര്യം അറിയുമ്പോൾ ഈ ഭയങ്കരമായിട്ടുള്ള വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തിന് അർപ്പിക്കുന്ന പൂക്കളുണ്ടല്ലോ, അത് ശരിക്കും ദൈവത്തിന് തന്നെ നമ്മൾ നേരിട്ട് കൊടുക്കുന്ന പോലെയാണ് ഒരു വിശ്വാസം അല്ലേ? കാരണം അതിൻ്റെ നടുക്ക് വേറെ ഒന്നും സംഭവിക്കുന്നില്ലെങ്കിൽ പിന്നെ അത് ഡയറക്റ്റായിട്ട് ദൈവത്തിനല്ലേ പോണേ. തിരുമലയിലോട്ട് താഴേന്ന് മേലോട്ട് അമ്പലം വരെ പോകുന്ന ആ വഴിയില്ലേ, ആ വഴി നമ്മൾ ജസ്റ്റ് ഒരു റോഡ് ക്ലൈംബ് ചെയ്ത് പോവല്ല, നമ്മൾ ആ 7 ഡിവൈനായിട്ടുള്ള സപ്തഗിരി ഹിൽസ്, മലകൾ താണ്ടി പോവുകയാണ് ദൈവത്തിനെ കാണാൻ. ഇതിൽ പറയുന്നത് ദൈവം നമ്മളെ മേളിന്ന് അല്ലെങ്കിൽ ദൈവം നമ്മളെ നോക്കുന്നുണ്ട്, നമ്മളെ താഴേന്ന് തന്നെ കാണാൻ വരുന്ന ആൾക്കാരെ ദൈവം തന്നെ സ്വയം കാണുന്നുണ്ട് എന്നാണ് വിശ്വാസം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ആണെങ്കിൽ എനിക്ക് കമൻറ്റിലൊന്ന് അറിയിക്കാം കേട്ടോ. ഇങ്ങനെ ഒരു വീഡിയോ ഇപ്പോൾ ആദ്യമായിട്ടാണോ ഞാൻ ചെയ്യുന്നത്.
പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. അത് ഇപ്പോൾ ഒരുപാടായി എന്നറിയാം. പക്ഷേ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം, എനിക്ക് കുറച്ച് റിസർച്ച് ഉണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് നോട്ട് ഡൗണൊക്കെ ചെയ്ത് ഇരുന്ന് പറയാനായിട്ടുള്ള ഒരു സ്പേസും പിന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം പറ്റിയില്ല. അപ്പോൾ ഇതിപ്പോൾ ചെയ്ത് ഞാൻ പോസ്റ്റും ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഇങ്ങനത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. നിങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര വാല്യൂ തരും എനിക്ക്. എന്നെ ഇനിയും എൻകറേജ് ചെയ്യും ഇനിയും വീഡിയോസ് ചെയ്യാനായിട്ട്. ഞാനൊരു ജസ്റ്റ് ഒരു ബെഡ്ഡിങ് യൂട്യൂബറാണ് എന്ന് പറയുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഇപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയും മുമ്പോട്ട് ഒരുപാട് വഴിയുണ്ട്. ചെയ്യാൻ പറ്റുമെന്ന് കഴിയുന്നു. ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് എൻ്റെ ഫസ്റ്റ് ട്രിപ്പ് തന്നെ തിരുപ്പതിയായിരുന്നു. അവിടെ പോയിട്ട് എനിക്ക് എന്തോ ചെയ്താൽ മുമ്പോട്ട് പോവും എന്നിങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് വെച്ച് നിർത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു വിശ്വാസം. ഇടയ്ക്കൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് കാരണം ഇങ്ങനെ ഗ്യാപ്പ് വന്നാലും ഞാൻ ഒരിക്കലും വിടൂല. എനിക്ക് പറ്റുന്ന അത്രയും കാലം ഞാനിത് കൊണ്ടുപോകും എന്ന് തന്നെയാണ്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം.